അവൻ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് നസ്രത്തിൽ വാണു. 30-ാമത്തെ വയസ്സിൽ യോഹന്നാനിൽ കൂടെ സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള 3.5 വർഷം പൊതുപ്രവർത്തനം വേണ്ടി മാറ്റിവെച്ചു. സമൂഹത്തിൽ അദ്ദേഹം വ്യാപരിച്ചു തുടങ്ങി. ഗ്രാമങ്ങൾ തോറും, ശ്രദ്ധിച്ച് കേൾക്കണേ, ഗ്രാമങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, ഊരുകൾ തോറും അവൻ നടന്ന് സുവിശേഷം അറിയിച്ചു. ഹലോ, ചെവി ഒന്ന് തുറന്നു കേട്ടെ. ആ ചെവി ഇങ്ങോട്ടൊന്ന് പിടിക്കും, ഞാൻ ഒന്നോടെ പറഞ്ഞു തരാം. യേശു ഗ്രാമങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, ആ ഊരുകൾ തോറും സഞ്ചരിച്ച് ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ പരസ്യയോഗം നടത്തിയെന്ന്, അവൻ പരസ്യയോഗ പ്രഭാഷകനായിരുന്നെന്ന്. അടച്ചട്ട മുറിക്കുള്ളിൽ, ശീതീകരിച്ച റൂമിനുള്ളിൽ അവൻ ഉയർത്തിപ്പിടിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് വീരവാദം മുഴക്കി എന്നല്ല, മഴ നനഞ്ഞ് വെയിലുകൊണ്ട് കാറ്റടിച്ച് വിശപ്പ് സഹിച്ച് സഞ്ചരിക്കാൻ വാഹനമില്ലാത്തവനായി, കിടക്കാൻ കിടപ്പാടമില്ലാത്തവനായി, നാട് നീളം നന്ന് വിളമ്പി, കാതില്ലാത്തവർക്ക് കേൾവി കൊടുത്ത്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്ത്, മരിച്ചർ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ ദൈവരാജ്യത്തെ പ്രസംഗിച്ചുവെന്ന് കുക്കൂസായി പടക്കമുള്ള ആളുകൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിന്റെ പച്ചമണ്ണിന്റെ തലങ്ങും വിലങ്ങും നടന്ന് പ്രസംഗിച്ചത് കൊണ്ടാ ഇവിടെ പെന്തക്കോസ്തലിസം വളർന്നത്. മനസ്സിലായോ? ആധുനികവൽക്കരണം നടത്തി കാശിന്റെ പുളപ്പ് കാണിച്ചിട്ട് തലമുറയെ തെറ്റിലേക്ക് വഴിതിരിച്ചാൻ വിടുന്ന എല്ലാ പൈശാചിക ശക്തികൾക്കുമെതിരെ ഒരു ധാരണകളുമില്ലാതെ, ഒരു വീഴ്ചയുമില്ലാതെ യുദ്ധം ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കുറച്ചു പേർക്ക് മനസ്സിലായുള്ളൂ, ചിലർക്ക് മനസ്സിലായില്ല. പതുക്കെ മനസ്സിലായ ഒരു നാളെ ഈ പറഞ്ഞ കാര്യത്തിന്റെ പൊരുളൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. സ്തോത്രം.